ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ്. മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് നാം ഏത് മാർഗം വേണം എന്നുള്ളത് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഒരു 6 മാർഗങ്ങളാണ്. അവ ഏതൊക്കെയാണെന്ന് പറയാം. സ്വേദനം, ആംശിക സ്വേദനം, സെപ്പറേറ്റിംഗ് ഫണൽ, ഉത്പാദനം, ക്രോമാറ്റോഗ്രഫി, ഒന്നുകൂടിയുണ്ട് സെൻട്രിഫ്യൂഗേഷൻ. ഇത്രയും മാർഗങ്ങളാണ് നാം മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാൻ വേണ്ടി ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇതിലെ സ്വേദനം എന്ന പ്രക്രിയയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വിശദമായി ക്ലാസ് എടുക്കാൻ പോകുന്നത്. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അടിസ്ഥാനമായ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അതിലൊന്നാണ് ദ്രവ്യം. ദ്രവ്യം എന്നാൽ എന്താണ്? ദ്രവ്യം അഥവാ പദാർത്ഥം പിണ്ഡമുള്ളതും ഉൾക്കൊള്ളാൻ സ്ഥലം ആവശ്യമായ ഏത് പദാർത്ഥത്തെയും നമുക്ക് എന്തെന്ന് പറയാം? ദ്രവ്യം അഥവാ പദാർത്ഥം എന്ന് പറയാം. ഉദാഹരണത്തിന് നമുക്കൊരു കല്ലെടുക്കാം. കല്ലെടുത്താൽ കല്ലിന് എന്തുണ്ട്? ഭാരമുണ്ട്. ഭാരത്തിന് ഒപ്പം എന്തുണ്ട്? ഉൾക്കൊള്ളാൻ എന്താവശ്യമുണ്ട്? സ്ഥലം ആവശ്യമുണ്ട്. അപ്പൊ എന്താണെന്ന് പറയാം? കല്ല് എന്താണെന്ന് പറയാം? നമുക്കൊരു ദ്രവ്യമാണെന്ന് പറയാം, അഥവാ അതൊരു പദാർത്ഥമാണെന്ന് പറയാം. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ദ്രവ്യത്തെ നമുക്ക് 3 രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണല്ലേ. ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും നമുക്ക് ദ്രവ്യങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തതായി നാം പഠിക്കാൻ പോകുന്നത് ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും എന്നാൽ എന്താണെന്നാണ്. ശുദ്ധപദാർത്ഥങ്ങൾ നമുക്കറിയാലേ. ശുദ്ധപദാർത്ഥങ്ങളിലേക്ക് പോകുന്നതിന് നമുക്കറിയാം, നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും നമുക്ക് സൂക്ഷ്മ കണികകൾ കൊണ്ട് നിർമ്മിതമാണെന്ന് അറിയാമല്ലേ. ഈ സൂക്ഷ്മ കണികകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പദാർത്ഥത്തെയും രണ്ടായി നമ്മൾ തിരിക്കുന്നത്. അതായത് സൂക്ഷ്മ കണികകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം പദാർത്ഥങ്ങളെ രണ്ടായി തിരിക്കുന്നത്. ശുദ്ധപദാർത്ഥ മിശ്രിതങ്ങളും. ശുദ്ധപദാർത്ഥങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വർണം, ജലം, ഉപ്പ് ഇതൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്തെല്ലാം എന്താണ്? ഒരേ തരം കണികകളാണല്ലേ. ഉപ്പെടുക്കുന്നു, അതിനെന്താണ്? ഒരേ രുചിയാണ്, ഒരുപോലെയാണ് കാണാൻ അല്ലെ, ഒരേ തരികളാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഉപ്പൊരു ശുദ്ധപദാർത്ഥമാണെന്ന് പറയാം. മറ്റു ഉദാഹരണങ്ങളാണ് സ്വർണം, കത്തിരിക്കുന്ന അതിലെ ചിത്രങ്ങളിലേക്ക് നോക്കൂ. ജലം, ഇതെല്ലാം എന്താണ്? ശുദ്ധപദാർത്ഥമാണെന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ്? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ നമുക്ക് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയാം. സ്വർണത്തിന്റെയും ജലത്തിന്റെയും ഉപ്പിന്റെയും കണികൾക്ക് അതിൻ്റെതായ സ്വഭാവമാണുള്ളത്. ശുദ്ധപദാർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? അടുത്ത നമുക്ക് മിശ്രിതങ്ങൾ എന്താണെന്ന് പഠിക്കാം. ഒരേ കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ നമ്മൾ എന്തു പറഞ്ഞു? ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ മിശ്രിതങ്ങൾ എന്തായിരിക്കും? വ്യത്യസ്ത കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് നാം എന്ത് പറയുന്നത്? മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഒന്ന്, മണ്ണ് ഒരു മിശ്രിതത്തിന് ഉദാഹരണമാണ്. നമുക്കറിയാം മണ്ണിൽ ഒരുപാട് ലവണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മണ്ണെന്ന് പറയുന്നത്. അടുത്തതാണ് പഞ്ചസാര ലായനി. പഞ്ചസാര ലായനി നമ്മൾ എടുത്താൽ അതിനകത്ത് എന്ത് രുചിയായിരിക്കും? പഞ്ചസാര ലായനിക്ക് പഞ്ചസാരയുടെ രുചിയായിരിക്കും അല്ലെ. പഞ്ചസാര ലായനിക്കകത്ത് എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നാൽ പഞ്ചസാര ലായനിക്കകത്ത് പഞ്ചസാരയുടെ സ്വഭാവമുള്ള കണികകളും ജലത്തിന്റെ കണികകളും ഉണ്ട്. അതുകൊണ്ട് അതെന്താന്ന് പറയാം? നമുക്കൊരു മിശ്രിതമാണെന്ന് പറയാം. അടുത്തത് സോഡാവെള്ളം. സോഡാവെള്ളത്തെ നമുക്കറിയാം അല്ലേ. ജലമുണ്ട്, പിന്നെ എന്തുകൊണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് സോഡാവെള്ളം. അപ്പൊ സോഡാവെള്ളം എന്താണ്? മിശ്രിതമാണ്. ഇതിലെല്ലാം മിശ്രിതം എന്ന് പറയാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിച്ചാലും. നമുക്കറിയാലേ, പ്രകൃതിയിൽ കാണപ്പെടുന്ന മിക്ക പദാർത്ഥങ്ങളും നമ്മൾ മിശ്രിത രൂപത്തിലാണ് കാണുന്നത്. ഈ മിശ്രിത രൂപങ്ങളെ വേർതിരിക്കുന്ന ചില സന്ദർഭങ്ങളെ നമുക്ക് പരിചയപ്പെട്ടാലോ? കുറച്ച് സന്ദർഭങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ച് പരിചയപ്പെട്ടാലോ? നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നു. നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ അല്ലെ എന്താണെന്ന്. കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നു. ചായയിൽ നിന്ന് ചായക്കണ്ടി വേർതിരിക്കുന്നു. ചെളിവെള്ളത്തിൽ നിന്ന് ചെളി വേർതിരിക്കുന്നു. മണ്ണിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് സുപരിചിതമായ കുറെ കാര്യങ്ങളല്ലേ. അപ്പോ ഇതാണ് മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്ന കുറച്ച്
ഉദാഹരണം അല്ലെങ്കിൽ സന്ദർഭങ്ങൾ എന്ന് പറയാൻ പറ്റും. അടുത്തതായി മിശ്രിതങ്ങൾ വേർതിരിക്കുന്ന കുറച്ച് മാർഗങ്ങളെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. 1. സ്വേദനം, അംശിക സ്വേദനം, സെപ്പറേറ്റിംഗ് ഫണൽ, ഉത്പതനം, സെൻട്രിഫ്യൂഗേഷൻ, ക്രോമാറ്റോഗ്രഫി. ഇതിൽ സ്വേദനം ഉപയോഗിച്ച് വേർതിരിക്കുന്ന മിശ്രിതം എന്തെന്നാൽ, മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന 2 ഘടകങ്ങളിൽ ഒന്നിന് ബാഷ്പീകരണ സ്വഭാവം ഉള്ളതും മറ്റൊന്നിന് സാധാരണ നിലയിൽ ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തതുമായാൽ നമുക്ക് സ്വേദനം വഴി അവയെ വേർതിരിക്കാൻ കഴിയും. അംശിക സ്വേദനം, തിളനിലയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ നമുക്ക് അംശിക സ്വേദനം വഴി അവയെ വേർതിരിക്കാൻ കഴിയും. ഘടകങ്ങൾ മറ്റൊരു രീതിയിൽ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് വേർതിരിക്കാം. ഉത്പതനം എന്ന പ്രക്രിയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? കരാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വാതകാവസ്ഥയിൽ നേരിട്ട് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ഉത്പതനം. അടുത്തത് സെൻട്രിഫ്യൂഗേഷൻ, ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒരു മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. അടുത്തത് ക്രോമാറ്റോഗ്രഫി, ഒരേ ലായകത്തിൽ അടങ്ങിയിരിക്കുന്ന പല ലീനങ്ങളെ വേർതിരിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് ക്രോമാറ്റോഗ്രഫി. മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന ഒരു പ്രധാന മാർഗമാണ് സ്വേദനം. സ്വേദനത്തിന്റെ ഒരു ചെറിയ ചിത്രീകരണം ഇവിടെ ഞാൻ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറിയ രീതിയിൽ നോക്കാം. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ ബാഷ്പീകരണശീലമില്ലാത്തതുമായാൽ അവയെ നമുക്ക് സ്വേദനം എന്ന പ്രക്രിയയിലൂടെ വേർതിരിക്കാം. അപ്പോൾ ഒരു ഘടകത്തിന് എന്ത് സ്വഭാവം ഉണ്ടായിരിക്കണം? ബാഷ്പീകരണ സ്വഭാവം ഉണ്ടായിരിക്കണം. മറ്റൊന്നിന് എന്തുണ്ടായിരിക്കണം? ബാഷ്പീകരണശീലം ഇല്ലായിരിക്കണം. അങ്ങനെയുള്ള 2 ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു മിശ്രിതമായാൽ അവയെ നമുക്ക് എങ്ങനെ വേർതിരിക്കാം? സ്വേദനം എന്ന പ്രക്രിയയിലൂടെ വേർതിരിക്കാൻ കഴിയും. സ്വേദനത്തിന്റെ ഒരു ചെറിയ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാഷ്പീകരണം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ബാഷ്പീകരണം എന്താ? ഒരു ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിനെ ചൂടാക്കി നീരാവിയായി മുകളിലേക്ക് പോകുന്നു എന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് എന്താന്ന് പറയാം? ബാഷ്പീകരണം എന്ന് പറയാം. ഒരു വസ്തു അപ്പോൾ ചൂടായി മുകളിലേക്ക് പോകണം, നീരാവിയായി മാറണം എന്നൊരു പ്രക്രിയയാണ് സ്വേദനത്തിൽ ഉൾപ്പെടുന്നത്. സ്വേദനത്തിലൂടെ വേർതിരിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ് ഉപ്പുജലം. ഉപ്പുജലത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം അല്ലെ? ഉപ്പുജലത്തിൽ എന്തുണ്ട്? ഉപ്പുണ്ട്, എന്തുണ്ട്? ജലമുണ്ട്. ഉപ്പുജലം ഒരു മിശ്രിതമാണ്. ഉപ്പിന്റെ സ്വഭാവമുള്ള കണികകളുമുണ്ട്, ജലത്തിന്റെ സ്വഭാവമുള്ള കണികകളുമുണ്ട്. അവയെ നമുക്ക് സ്വേദനം എന്ന പ്രക്രിയയിലൂടെ വേർതിരിക്കാം. എന്തുകൊണ്ട്? കാരണം എന്താണ്? ജലത്തിന് എന്ത് സ്വഭാവമുണ്ടെന്ന് നമുക്കറിയാം. എന്ത് സ്വഭാവമാ? ബാഷ്പീകരണ സ്വഭാവമുണ്ട്. അപ്പോൾ ഉപ്പിന് ബാഷ്പീകരണ സ്വഭാവം ഇല്ല. അപ്പോൾ നമുക്ക് അവയെ എങ്ങനെ വേർതിരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വേദനം എന്ന പ്രക്രിയയിലൂടെ നമുക്ക് വേർതിരിക്കാൻ കഴിയും. അതിനൊരു ഉദാഹരണമായ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിത് വിശദീകരിച്ച് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ ഘടിപ്പിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ബർണർ, ചൂടാവാൻ തീ ആവശ്യമാണ്. ചൂടാക്കിയാലല്ലേ നമുക്ക് നീരാവി ബാഷ്പീകരണം നടക്കൂ. അതിനാണ് ബർണർ. ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമുക്ക് എന്ത് ശേഖരിച്ചു വെക്കാം? ഉപ്പുജലം ശേഖരിച്ചു വെക്കാം. ചൂടളക്കാനായി എന്തുപയോഗിച്ചിട്ടുണ്ട്? തെർമോമീറ്റർ. തിളനില അളക്കാനാണ് തെർമോമീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നത്. അവയെ കണ്ടൻസർ വഴി ഘടിപ്പിച്ച് മറ്റൊരിടത്ത് എന്തുണ്ട്? ബീക്കർ ഉണ്ട്. കണ്ടൻസർ എന്തിനാണെന്ന് വരിയെ പഠിക്കാം. ആദ്യം നമ്മൾ ബർണർ കത്തിച്ച് ഉപ്പുജലം ചൂടാക്കുന്നു. നമുക്കറിയാല്ലേ, ചൂടാക്കുമ്പോൾ ചൂടായ ഉപ്പുജലം, ജലത്തിന്റെ തിളനില എത്രയാണെന്ന് നമുക്കറിയാല്ലേ? തിളനില എത്ര? 100 ഡിഗ്രി സെൽഷ്യസ്. ഉപ്പുജലം 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്താവാൻ? ബാഷ്പീകരണം നടക്കുന്നു. ബാഷ്പീകരിച്ച് നീരാവിയായി ഇതുവഴി കടന്നു വന്ന് കണ്ടൻസറിലെത്തുന്നു. കണ്ടൻസറിൽ വെച്ച് ഇവിടെ നോക്കൂ, ജലം അകത്തേക്ക് ഘടിപ്പിക്കുന്നുണ്ട്, ജലം പുറത്തേക്കും. അപ്പോൾ അവിടെ ചൂടായി വരുന്ന നീരാവിയെ തണുപ്പിക്കാൻ ജലമുണ്ട് കണ്ടൻസറിൽ. അവയെ തണുപ്പിച്ച് ശുദ്ധജലം നമുക്ക് ഇവിടെ ശേഖരിക്കാൻ കഴിയുന്നു. ബാഷ്പീകരണ സ്വഭാവമില്ലാത്ത ഉപ്പിനെ നമുക്ക് ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ തന്നെ ശേഖരിക്കാനും കഴിയുന്നു. ബർണറിൽ ചൂടാക്കുന്നു. ഉപ്പുജലത്തിൽ ജലം എന്താണ്? തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ജലം ബാഷ്പീകരിക്കുന്നു. ബാഷ്പീകരിച്ച് നീരാവിയായി കടന്ന് കണ്ടൻസറിൽ വന്ന് തണുപ്പിക്കുന്നു. തണുപ്പിച്ചതിന് ശേഷം ശുദ്ധജലമായി ഘനീഭവനം നടക്കുന്നു. അവിടെ അല്ലെ ഘനീഭവനം നമ്മൾ പഠിച്ചല്ലേ?
ഘനീഭവനം നടന്ന് ശുദ്ധജലത്തിൽ എത്തുന്നു, ശുദ്ധജലമായി എത്തുന്നു. എവിടെ? ബീക്കറിൽ. മറ്റൊരു ബീക്കറിൽ നമുക്ക് ശുദ്ധജലം ശേഖരിക്കാൻ കഴിയുന്നു. അതോടൊപ്പം ഉപ്പ് മറ്റ് റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് സ്വേദനം എന്ന പ്രക്രിയയിലൂടെ ഉപ്പ് ജലത്തെ വേർതിരിക്കുക പറ്റുന്നത്. അപ്പോൾ സ്വേദനം വഴി മിശ്രിതങ്ങളെ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വേർതിരിക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതിന് ഉദാഹരണമായി എന്ത് പഠിച്ചു? ഉപ്പുജലം. ഉപ്പുജലത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഉപ്പും അടങ്ങിയിട്ടുണ്ട്, ജലവും അടങ്ങിയിരിക്കുന്നു. അവയെ ഏത് രീതിയിൽ വേർതിരിക്കാമെന്ന് വിശദമായ രീതിയിൽ നാം പഠിച്ചു. ഒരു ഘടകത്തിന് ബാഷ്പീകരണ സ്വഭാവമുള്ളതും മറ്റൊന്നിന് ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തതുമായ ഘടകങ്ങൾ അടങ്ങിയ മിശ്രിതത്തെ നമുക്ക് സ്വേദനം എന്ന പ്രക്രിയയിലൂടെ വിഭജിക്കാം അല്ലെങ്കിൽ വേർതിരിക്കാമെന്ന് നാം പഠിച്ചു. മറ്റൊന്നാണ് തമ്മിൽ കലരുന്നതും തിളനിലയിൽ വലിയ വ്യത്യാസമുള്ളതുമായ മിശ്രിതങ്ങളെയും ഘടകങ്ങൾ അടങ്ങിയ മിശ്രിതങ്ങളെയും നമുക്ക് സ്വേദനം എന്ന പ്രക്രിയയിലൂടെ വേർതിരിക്കാം. ഒന്ന് ബാഷ്പീകരണ സ്വഭാവം ഉണ്ടായിരിക്കണം, മറ്റൊന്നിന് ബാഷ്പീകരണ സ്വഭാവം ഉണ്ടായിരിക്കരുത്. മറ്റൊരു ക്രൈറ്റീരിയ എന്താണ്? തമ്മിൽ കലരുന്നതും തിളനിലയിൽ വലിയ വ്യത്യാസമുള്ളതുമായ മിശ്രിതങ്ങൾ, ഘടകങ്ങൾ അടങ്ങിയ മിശ്രിതങ്ങളെ നമുക്ക് സ്വേദനം എന്ന പ്രക്രിയയിലൂടെ വേർതിരിക്കാമെന്ന് പറയുന്നു. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം എന്താണ്? ജലം. മറ്റൊന്നാണ് അസറ്റോൺ. ജലവും അസറ്റോണും തമ്മിൽ കലരുന്ന രണ്ട് പദാർത്ഥങ്ങളാണ്, രണ്ട് ഘടകങ്ങളാണ്. ഇവ ഒരു മിശ്രിതമായാൽ അവയെ നമുക്ക് സ്വേദനം എന്ന പ്രക്രിയയിലൂടെ വിഭജിക്കാൻ കഴിയുന്നു. നമുക്കറിയാലേ ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അസറ്റോണിന്റെ എത്രയാണ്? അത് നമുക്കറിയില്ല അല്ലേ? 56 ഡിഗ്രി സെൽഷ്യസ് ആണ് അസറ്റോണിൻ്റെത്. 100 ഡിഗ്രി സെൽഷ്യസ് തിളനിലയുള്ള ജലവും 56 ഡിഗ്രി സെൽഷ്യസ് തിളനിലയുള്ള അസറ്റോണും ചേർന്ന മിശ്രിതമായാൽ അവയെ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ വേർതിരിക്കാൻ കഴിയുന്നു. അപ്പൊ നമ്മൾ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ എന്തെടുക്കുന്നു? മിശ്രിതങ്ങൾ. എന്ത് മിശ്രിതം? അസറ്റോണും ജലവും കലർന്ന മിശ്രിതം എടുത്ത് ചൂടാക്കുമ്പോൾ ആദ്യം ആര് നീരാവിയായി മുകളിലേക്ക് വരുന്നു? 56 ഡിഗ്രി സെൽഷ്യസ് തിളനിലയുള്ള അസറ്റോൺ മുകളിലേക്ക് വരുന്നു. നീരാവിയായി മുകളിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കണ്ടൻസർ വഴി തണുപ്പിച്ച് മറ്റൊരു ബീക്കറിൽ നമുക്ക് ശേഖരിക്കാൻ കഴിയും. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് തിളനിലയുള്ള ജലമോ? അതെ, 100 ഡിഗ്രി സെൽഷ്യസ് തെർമോമീറ്ററിൽ 100 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് മറ്റൊരു ബീക്കറിൽ ശുദ്ധജലത്തെ നമുക്ക് ശേഖരിക്കാൻ കഴിയും. 56 ഡിഗ്രി സെൽഷ്യസ് ഉള്ള അസറ്റോൺ ആണ് ആദ്യം നീരാവിയായി ഘനീഭവിച്ച് തണുത്ത് ബീക്കറിൽ ആദ്യം നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നത്. പിന്നീട് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ജലത്തെ നമുക്ക് മറ്റൊരു ബീക്കറിൽ ശേഖരിക്കാൻ കഴിയും. ഇതാണ് അസറ്റോണും ജലവും തമ്മിൽ കലരുമ്പോൾ ഉണ്ടാവുന്ന മിശ്രിതത്തെ വേർതിരിക്കുന്ന സ്വേദനം എന്ന പ്രക്രിയ. സ്വേദനം എന്ന പ്രക്രിയ അസറ്റോണും ജലവും കലർന്ന മിശ്രിതത്തെ വേർതിരിക്കുന്ന മാർഗം നമ്മൾ പഠിച്ചല്ലോ. ഇനി കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത് സാധാരണ ജലത്തിൽ നിന്ന് അടങ്ങിയിരിക്കുന്ന പല ലവണങ്ങളും സ്വേദനം വഴി നീക്കം ചെയ്താണ്. സ്വേദനം വഴി അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ജലത്തിൽ അടങ്ങിയിരിക്കുന്ന പല ലവണങ്ങളും സ്വേദനം എന്ന പ്രക്രിയയിലൂടെ വിഭജിച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്നു. ആ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് എന്തിനുപയോഗിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ കുത്തിവെപ്പിന് ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചെറിയ ജലം കണ്ടിട്ടില്ലേ? ചെറിയ കുപ്പിയിൽ. ആ ജലവും സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ. എന്താണ് ഡിസ്റ്റിൽഡ് വാട്ടർ? അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സ്വേദനം എന്ന പ്രക്രിയയാണ്. ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം വേർതിരിക്കാനും സ്വേദനം എന്ന വഴി സാധ്യമാണ്. ഇതാണ് സ്വേദനം എന്ന പ്രക്രിയയെ വിശദീകരിച്ചു പഠിച്ചത്. സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗിച്ച് എന്തെല്ലാം വേർതിരിക്കാൻ കഴിയും? ഉപ്പുജലം വേർതിരിക്കാൻ കഴിയുന്നു. അസറ്റോണും ജലവും കലർന്ന മിശ്രിതം, അവയെ വേർതിരിക്കാൻ കഴിയുന്നു. ആൽക്കഹോളും ജലവും അവയെ വേർതിരിക്കാൻ കഴിയുന്നു. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന പല ലവണങ്ങളും നീക്കം ചെയ്ത് നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്നു. ആ ഡിസ്റ്റിൽഡ് വാട്ടർ എന്തിനു ഉപയോഗിക്കാം? കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നു. ആ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗിക്കുന്നു. കണ്ടൻസർ വഴി കടന്നു പോകുന്ന നീരാവിയെ തണുപ്പിച്ച് ഘനീഭവനം നടത്തുന്നു. അവിടെ ഒരു ഘനീഭവനം എന്ന പ്രക്രിയ നടക്കുന്നു. അത് ഓർക്കേണ്ടതുണ്ട്. സ്വേദനം എന്ന പ്രക്രിയയിലൂടെ മിശ്രിതത്തെ വേർതിരിക്കുന്ന രീതികൾ പഠിച്ചല്ലോ. സ്വേദനം എന്ന പ്രക്രിയയുടെ ചിത്രീകരണവും
അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ദ്രവ്യം എന്താണ്, ശുദ്ധപദാർത്ഥങ്ങൾ എന്താണ്, മിശ്രിതങ്ങൾ എന്താണ്, ഇവയെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശുദ്ധപദാർത്ഥങ്ങൾ എന്താണ്? ഒരേ കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത കണികളാണെങ്കിൽ അവയെ എന്ത് പറയാം? മിശ്രിതങ്ങൾ എന്ന് പറയാം. ദ്രവ്യം എന്താണ്? ദ്രവ്യം അഥവാ പദാർത്ഥം എന്താണ്? പിണ്ഡമുള്ളതും ഭാരമുള്ളതുമായ, ഉൾക്കൊള്ളാൻ സ്ഥലം ആവശ്യമുള്ളതുമായ ഏതു പദാർത്ഥത്തെയും നമുക്ക് എന്ത് പറയാം? ദ്രവ്യം എന്ന് പറയാം. ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്താണ്? ദ്രവ്യം അഥവാ പദാർത്ഥം എന്ന് പറയാൻ കഴിയുന്നു. ശുദ്ധപദാർത്ഥത്തിന് ഉദാഹരണങ്ങളുണ്ട്, അപ്പൊ പഠിക്കുക. പിന്നെ അടുത്തതായി വേർതിരിക്കുന്ന സ്വേദനം എന്ന പ്രക്രിയയിലൂടെ എന്തെല്ലാം വേർതിരിക്കാം? ഉപ്പുജലത്തെ വേർതിരിക്കാൻ കഴിയും. അസറ്റോണും ജലവും കലർന്ന മിശ്രിതത്തെ വേർതിരിക്കാൻ കഴിയുന്നു. മറ്റൊന്നെന്താണ്? ആൽക്കഹോളും ജലവും തമ്മിൽ വേർതിരിക്കാൻ കഴിയുന്നു. ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങളെ ഡിസ്റ്റിൽഡ് വാട്ടർ ആയി നിർമ്മിച്ച്, സ്വേദനം വഴി ഡിസ്റ്റിൽഡ് വാട്ടറായി നിർമ്മിച്ച് അവയെ സ്റ്റോറേജ് വാട്ടറുകളിലും കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്നു. ഇവയെല്ലാം ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ക്ലാസ്സിലെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.